ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നാളെ നമ്മുടെ ലാവണ്യയുടെ കൂട്ടുകാരികൾ വരുന്ന ഭാഗം ഒന്ന് കാണിച്ചല്ലോ. അപ്പം നാളെ ആ കൂട്ടുകാരികളൊക്കെ കൂടിയിട്ട് വളരെ മോശമായിട്ട്, അതായത് അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വേറൊരു രീതിയിലാക്കിയിട്ട് അയ്യോ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ലാവണ്യക്ക് ദേഷ്യം. ലാവണ്യ പറയേണ്ടത്, ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതേ ഇവിടെ ഉള്ളവരെ അപമാനിക്കാൻ പറ്റില്ല, ഇവിടെ ഉള്ളവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, അപ്പോൾ അവരെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരികൾ അവിടെ പറഞ്ഞയക്കും കേട്ടോ. അത് കാണുന്ന നമ്മുടെ മുത്തശ്ശിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും വല്ലാതെ സന്തോഷം തോന്നുകയാണ്. മുത്തശ്ശി അപ്പം തന്നെ അഞ്ജലിയടുത്ത് പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ രീതിയിൽ ലാവണ്യ ആയിട്ടുണ്ട്, ഇനി അവരുടെ കല്യാണത്തിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്, കുഞ്ഞിനോട് ഇപ്പം തന്നെ കല്യാണക്കാര്യം പറയണം അഞ്ജലി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്ക് നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടി പോയിട്ട് പറയുന്നുണ്ട്, ലാവണ്യനെ നീ വിവാഹം കഴിക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ്, ലാവണ്യ ഇപ്പോൾ ഈ വീട്ടിൽ ചേർന്ന ഒരു പെൺകുട്ടി തന്നെയാണ്, അതുകൊണ്ട് അവളെ നീ വിവാഹം കഴിക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് അശ്വിൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്, നിങ്ങൾക്ക് സമ്മതമാണെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് വിവാഹം എന്നുള്ള കാര്യത്തിൽ ഒരു ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, വിവാഹം എന്ന് പറഞ്ഞ ആചാരത്തിനോട് എനിക്ക് താല്പര്യമില്ല, ലിവിങ് ടുഗദർ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നൊക്കെ അശ്വിൻ വീണ്ടും അങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലിക്കൊക്കെ വല്ലാത്ത വിഷമമായിട്ട് എല്ലാവരും സമ്മതിച്ചു, കല്യാണത്തിന് എല്ലാവർക്കും സമ്മതമാണ്, ലാവണ്യയുടെ സ്വഭാവം മാറ്റിയിട്ട് അശ്വിൻ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലിക്ക് ആകെ വല്ലാത്ത വിഷമം തോന്നുവാണ്. അതേസമയം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ വിളക്കൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ ലാവണ്യ വരുന്നുണ്ട്, ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ്. ശ്രുതി വളരെയധികം നന്ദിയുണ്ട്, നീ എന്നെ ഒരുപാട് മാറ്റിയതല്ല, ഞാൻ മാറി, എനിക്കിപ്പോൾ ഈ മാറ്റം വളരെ ഇഷ്ടമാണ്, എല്ലാത്തിനും കാരണം നീയാണ് ശ്രുതി എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം പറയണ്ടേ, എന്നെ അശ്വിൻ കല്യാണം കഴിക്കുമായിരിക്കുമല്ലേ, കല്യാണത്തിന് ഇപ്പം എല്ലാവർക്കും സമ്മതമാണ്, മുത്തശ്ശി സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലാവണ്യ ചോദിക്കണ്ടേ, എന്ത് പറ്റി ശ്രുതി നിന്റെ മുഖം പെട്ടെന്ന് മാറിയത്? ഒന്നുമല്ല, ഇനി അശ്വിനെ അശ്വിൻ ASR കല്യാണത്തിന് സമ്മതിക്കുന്ന വെച്ചിട്ടാണ് നിന്റെ മുഖം മാറിയത്, ASR സമ്മതിക്കുമായിരിക്കും ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലാവണ്യ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി വിളക്ക് വെക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ വിളക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്, ആ വിളക്ക് ഇങ്ങനെ കത്തിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ലാവണ്യ എന്നിട്ട് ആ പാദസരം വീണ്ടും ശ്രുതിക്ക് കൊടുക്കുകയാണ്. ഇത് നിനക്ക് അഞ്ജലി ചേച്ചി സമ്മാനിച്ചതാണല്ലോ, ഈ പാദസരം നീ സ്വീകരിക്കണം ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയേണ്ട, വേണ്ട മേഡം, അതിന് മാത്രം എന്നെ നിർബന്ധിക്കല്ലേ, എനിക്കത് പാദസരം മേടിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ കാലിലിട്ടേക്കാൻ അമ്മ തന്ന പാദസരം ാണ്, അതിലൊരെണ്ണം മിസ്സായിട്ട് പോലും ഞാൻ ഊരി വെച്ചിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. വേഗം തന്നെ അത് കേൾക്കുന്ന അശ്വിൻ വേഗം റൂമിലേക്ക് പോകുവാണ്. റൂമിലേക്ക് പോയിട്ട് അശ്വിൻ ആ പാദസരം എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിട്ട് ശ്രുതിക്ക് ആ പാദസരം കാലിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭാഗമാണ് നാളെ വരാൻ പോണത്. പിന്നെ നമ്മുടെ ശ്യാമിൻ്റെ അടുത്തേക്ക് ശ്രുതി പോകുന്ന ഭാഗം കാണിച്ചല്ലോ, ആ സമയത്ത് ശ്യാം തുമ്മിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഹലോ ശ്യാം സാർ അല്ലേ, എൻ്റെ പേര് ശ്രുതി എന്നാണ്, സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ സാർ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ശ്യാമിൻ്റെ അടുത്തേക്ക് നടന്ന് വരുമ്പോഴേക്കും ശ്യാമിനെ മൂടി പൊതിച്ചിങ്ങനെ കിടക്കും കേട്ടോ. എല്ലാ പ്ലാനും പൊളിഞ്ഞു, എല്ലാം തീർന്നു, ഇതോടുകൂടി ശ്രുതി എന്നെ കണ്ടുപിടിച്ചു എന്ന രീതിയിൽ തന്നെ ശ്യാം അങ്ങനെ കിടക്കും. ആ സമയത്ത് പെട്ടെന്ന് അവിടെ അഞ്ജലി വരുന്നുണ്ട്. ശ്രുതി എന്താന്ന് ചോദിക്കുമ്പോൾ ശ്യാം സാർ ഭയങ്കര ചുമ എന്ന് പറയുമ്പോൾ നല്ല ഉറക്കമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പം അങ്ങനത്തെ ഭാഗങ്ങൾ നമ്മൾ നാളെ കാണാൻ പോകുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.